വളരെ അനുഗ്രഹീതമായിട്ടുള്ള നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന്റെ വചനം ശ്രവിക്കുന്ന കർത്തൃദാസന്മാർ, ദൈവജനങ്ങൾ, ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ദൈവജന ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. തുടർമാനമായിട്ട് നാം കഴിഞ്ഞ 2 ചൊവ്വാഴ്ചകളിലായിട്ട് റോമാലേഖനം 8-ാം അധ്യായം ആസ്പദമാക്കിയുള്ള പഠനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നും നമ്മൾ ആ പഠനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 2 ചൊവ്വാഴ്ചകളിൽ അനുഗ്രഹീതമായ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവെക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. പൂർണ്ണ ജയം എന്നുള്ളതാണ് നമ്മുടെ ഈ പഠനത്തിനിട്ടിരിക്കുന്ന തലക്കെട്ട്. സ്തോത്രം. പൂർണ്ണ ജയം എന്നുള്ളതാണ് ആ തലക്കെട്ടിലേക്ക് നമ്മൾ വരുവാനുണ്ടായ കാരണം റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു വേദവാക്യമാണ്. നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്. റോമർ 8:37. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഈ വാക്യ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൂർണ്ണ ജയം എന്ന തലക്കെട്ടിൽ 3-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. റോമർ ചാപ്റ്റർ 8. ഇന്ന് പ്രാരംഭമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ പോകുന്ന കാര്യം, റോമാലേഖനം 8-ാം അധ്യായം ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം എന്നാണ് ഈ അധ്യായത്തെ വിളിക്കുന്നത്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം എന്നാണ് ഈ അധ്യായത്തെ വിളിക്കുന്നത്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം. ഈ റോമാലേഖനം 8-ാം അധ്യായം അതിപ്രധാനപ്പെട്ട 4 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. 4 സ്വാതന്ത്ര്യങ്ങൾ. ആ 4 സ്വാതന്ത്ര്യങ്ങളിലൂടെയാണ് നമ്മുടെ എല്ലാവരുടെയും ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കുന്നത് ആ 4 സ്വാതന്ത്ര്യങ്ങളിലൂടെയാണ്. ആ 4 സ്വാതന്ത്ര്യങ്ങളും നൽകി തരുന്ന ദാതാവ് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ 19 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ 19 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. 2 കൊരിന്ത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 കൊരിന്ത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എവിടെ കർത്താവിന്റെ ആത്മാവുണ്ടോ, എവിടെ പരിശുദ്ധാത്മാവുണ്ടോ, അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിനെ ആസ്പദമാക്കിയുള്ള സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ക്രിസ്തു കാൽവറിയിലൂടെ നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം നമ്മിലേക്ക് എത്തപ്പെടുകയുള്ളൂ.
പ്രത്യേകിച്ച് അതുകൊണ്ട് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 4 തരത്തിലുള്ള അതിപ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു. അത് 4ഉം നമ്മിൽ കൊണ്ട് നൽകുന്നത് പരിശുദ്ധാത്മാവെന്ന ദാതാവാണ്. ഏതൊക്കെയാണ് 4 സ്വാതന്ത്ര്യങ്ങൾ? ഞാനതിന്ന് പ്രാരംഭത്തിൽ പറഞ്ഞുവിടാം. നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിന് 1, 2, 3, 4 ക്ലാസ്സുകളൊന്നും പോരാ, അത്ര ഡീപ്പാണ്. എങ്കിലും ഞാൻ അതിന്റെ തലക്കെട്ടുകളൊന്ന് പറഞ്ഞുവിടാം. ഒന്നാമത്തെ സ്വാതന്ത്ര്യം ന്യായവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ് അത് കാണുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ് ന്യായവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഞാൻ ഇതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ പിന്നാലെ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്കൊന്നും വരുന്നില്ല. അതൊരു ഗൗരവമുള്ള വിഷയമാണ്. സ്തോത്രം. രണ്ടാമത്തെ സ്വാതന്ത്ര്യം പരാജയങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. പരാജയങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. റോമാലേഖനം 8-ാം അധ്യായം 5 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഒരു വിശ്വാസി ഒരിക്കലും പരാജയപ്പെടുകയില്ല, പരാജയപ്പെടാൻ പാടില്ല. കാരണം വിശ്വാസിയുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുള്ളിടത്തോളം കാലം നമ്മെ ജയത്തിലേക്ക് നയിക്കുകയാണ്. ആകയാൽ വിശ്വാസി പരാജയപ്പെടുവാൻ പാടില്ല. നാലാമത്തെ സ്വാതന്ത്ര്യം, മൂന്നാമത്തെ സ്വാതന്ത്ര്യം നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നവയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നവയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. റോമർ 8-ന്റെ 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന പല കാര്യങ്ങളും അവിടെ കാണാൻ കഴിയും. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, ഉപദ്രവം വന്നാലും, പോരാട്ടം വന്നാലും, ദൈവമക്കൾ സ്ട്രഗിളിലേക്കും ഡിപ്രഷനിലേക്കും മെന്റലി ബ്രേക്ക് ഡൗൺ ആകുന്ന അനുഭവങ്ങളിലേക്കൊന്നും പോകരുത്. കാരണം ഇതിനെയൊക്കെ അതിജീവിച്ച് എല്ലാ പ്രതിസന്ധികളെയും, നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ച് നമ്മെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. നാല്, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. റോമാലേഖനം 8-ാം അധ്യായം 31 മുതൽ 39 വരെ. മരണം വന്നാലും കൊള്ളാം, ഭയം വന്നാലും കൊള്ളാം, ഉപദ്രവം വന്നാലും, വാള് വന്നാലും, എന്തു വന്നാലും, ഇവയ്ക്കൊന്നും ക്രിസ്തുയേശുവിനോടുള്ള സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ കഴിയില്ല. നമ്മെ ഭയപ്പെടുത്താൻ കഴിയില്ല. സകല ഭയങ്ങളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നൽകത്തരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് 4 ടൈപ്പ് ലിബർട്ടിയെ കുറിച്ചാണ് പഠിച്ചത്. 4 തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്.
നമ്മൾ റോമാലേഖനത്തിന്റെ ഒരു പഠനം തുടങ്ങിയിട്ട് വഴിയിൽ അങ്ങ് നിർത്തിയെന്ന് പറയാൻ കാരണം കുറ്റക്കാരൻ ഞാൻ തന്നെയാണ്. എനിക്ക് സമയം കിട്ടത്തില്ല. ഒന്ന് ഒക്കുവാണ് ഈ ആഴ്ച കൊണ്ട് ഈ പഠനം അങ്ങ് നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇത് ഒരു വലിയ കടലാണ്. ഈ 8-ാം അധ്യായം മാത്രം അത് അത്ര ഡീപ്പായ ഒരു വിഷയമായതുകൊണ്ട് അതിന്റെ പുറകെ സഞ്ചരിക്കാൻ ഇത്തിരി സമയം അത്യാവശ്യം. ഭാഷ ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് വേണം. റോമാലേഖന 8-ാം അധ്യായം ആരംഭിക്കുന്നത് പരിചയമുള്ളൊരു വാക്യത്തിൽ നിന്ന്, വളരെ പരിചയമുള്ളൊരു വാക്യത്തിൽ നിന്ന്. ആ വാക്യമാണ് നമ്മൾ മുമ്പേ പരാമർശിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇത് നമുക്ക് വളരെ ആശ്വാസം തരുന്ന ഒരു വാക്യമാണ്. ഒറ്റ വായനയിൽ നമുക്ക് അങ്ങനെ തോന്നും. സത്യത്തിൽ ഈ വാക്യം വ്യാഖ്യാനിക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി പാടാ. കാരണം ഈ അതുകൊണ്ട് എന്നുള്ള പദം വളരെ ഗൗരവമുള്ളതാണ്. എന്തുകൊണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് 7-ാം അധ്യായവും 8-ാം അധ്യായത്തിലും പോകണം. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അതുകൊണ്ടെന്നുള്ള പദം അവിടെ നിൽക്കട്ടെ. നമുക്കത് പിന്നീട് സന്ദർഭം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ വാക്യം ആദ്യത്തെ ഒരു വായനയിൽ നമുക്കൊരു ആശ്വാസം തരുന്ന വാക്യം പോലെ തോന്നും. എന്താണ് ഇതിന്റെ ഒറിജിനൽ അർത്ഥം? മലയാളത്തിൽ ഈ വാക്യം ഒറ്റ സെന്റൻസ് ആണ്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇംഗ്ലീഷിൽ ഈ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. മലയാളവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നോക്കിയേ. There is എന്ന് പറഞ്ഞാണ് ഈ വാക്യം തുടങ്ങുന്നത്. There is therefore now no condemnation to them which are in Christ Jesus, who walk not after the flesh but after the spirit. ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അല്ല ഇതിന്റെ ആംഗലേയ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ആംഗലേയ ഭാഷയിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നതിന്റെ 2-ാം ഭാഗം ഏതാ? 2-ാം ഭാഗം who walk not after the flesh but after the spirit. ഇത് മലയാളത്തിന്റെ 1-ാം വാക്യത്തിൽ ഇല്ല. പക്ഷെ ഇത് കിടപ്പുണ്ട്. എവിടെയാണ്? മലയാളത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് കിടപ്പുണ്ട്. ജഡത്തെയല്ലേ ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. അപ്പോൾ ജഡത്തെയല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ, അത് 4-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ റോമർ 8:1 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല എന്നുള്ള മലയാള പദം ഇംഗ്ലീഷിൽ വായിച്ചാൽ എങ്ങനെ വരും? സ്തോത്രം. ഇംഗ്ലീഷിൽ വായിച്ചാൽ അതിനെ നമുക്ക് ഇങ്ങനെ പറയാം. സ്തോത്രം. ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുവേശുവിലുള്ളവർക്കാണ് ഇപ്പോൾ ശിക്ഷാവിധി ഇല്ലാത്തത്. ഇപ്പോൾ ശിക്ഷാവിധി ഇല്ലാതായിരിക്കുന്നത്. അപ്പം ഈ വാക്യം അത്ര ആശ്വാസം തരുന്ന വാക്യമല്ല. പിന്നെ ആർക്കാണ്
ശിക്ഷാവധി ഇല്ലാതിരിക്കുന്നത് ജഡത്തെയല്ല, ആത്മാവിൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുവേശുവിലുള്ളവർക്കാണ് ഒരു ശിക്ഷാവധിയും ഇല്ലാത്തത്. ഇപ്പൊ തന്നെ നമ്മൾ കേട്ടു വന്ന കാര്യമായിട്ട് എന്ത് വ്യത്യാസം വന്നു? സ്തോത്രം. ശിക്ഷാവധികൾ പലതും നമുക്കുണ്ട്, ബാലശിക്ഷകളാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ കൊരിന്ത്യർ ലേഖനത്തിലുണ്ടല്ലോ 11-ാം അധ്യായത്തിൽ കർത്തൃമേശയ്ക്ക് നമ്മൾ വായിക്കുന്നില്ല, അയോഗ്യമായ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം ശരീരത്തെ വേദിക്കഴിഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശിക്ഷാവധിയുണ്ട്, അത് ബാലശിക്ഷയാണ്. പക്ഷേ ആർക്കാണ് ഇപ്പോൾ ശിക്ഷാവധി ഇല്ലാത്ത എന്നുള്ളതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലെല്ലാം പൗലോസ് പറയുന്ന കാര്യങ്ങൾ ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും. 8-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് ഇത് കൊടുക്കുന്നുണ്ട്. പൗലോസ് 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്ന ഇതാണ്: ജഡത്തിന്റെ ചിന്ത മരണമാണ്, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിച്ചാൽ നാം ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ഈ കാര്യങ്ങളാണ് പൗലോസ് റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത്. നമ്മുടെ പ്രതികരണം ജഡത്തിന്റെ പ്രതികരണമാണോ അതോ ആത്മാവിന്റെ പ്രതികരണമാണോ? ശരിക്കും ഒരാളുടെ ആത്മീയത അളക്കപ്പെടുന്നത് അവരുടെ പ്രതികരണത്തിൽ നിന്നാണ്. നിങ്ങൾ ആത്മീകരാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ചർച്ചിൽ പോയി കൈവെക്കുന്നതും അല്ലീലിയ പറഞ്ഞത് അന്യഭാഷ പറഞ്ഞതിനകത്തുള്ളതല്ല. നിങ്ങളുടെ ആത്മീകത അളക്കുന്ന അളവുകോൽ നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെയാണ്. നിങ്ങളുടെ പ്രതികരണം കേട്ടാൽ അറിയാം നിങ്ങൾ ആത്മീകനോ ജഡീകനോ. നിങ്ങളുടെ പ്രതികരണം ജഡത്തിന്റെ പ്രതികരണമാണോ, നിങ്ങളുടെ പ്രതികരണം ആത്മാവിന്റെ പ്രതികരണമാണ്. പാമ്പ് ഏതാന്ന് അറിയണമെങ്കിൽ മണൽ വാരി എറിയണം, അപ്പോഴേ അറിയത്തുള്ളൂ ഇത് ഏത് ടൈപ്പാണ്. നിങ്ങളോട് നിങ്ങളുടെ ഒരു സഹോദരൻ, നിങ്ങളുടെ രക്തബന്ധത്തിൽ ഒരാൾ നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശം ചീറ്റ് ചെയ്ത് പുള്ളി കുറച്ച് കൂടുതലെടുത്തു, നിങ്ങളുടെ മരണം വരെ നിങ്ങൾ അവനെ പ്രാഗിക്കൊണ്ടും ശവിച്ചുകൊണ്ടും നിങ്ങൾ ഇരുന്നാൽ നിങ്ങളുടെ പ്രതികരണം ജഡീകമാണ്. അതിനകത്തൂടെ നിങ്ങളുടെ ആത്മീയത അളക്കാൻ കഴിയും. നിങ്ങളുടെ സഭയിലെ ഒരു സഹോദരനാകട്ടെ, നിങ്ങളുടെ അയൽവക്കക്കാരാകട്ടെ, നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ഓഫീസിലാകട്ടെ മോശപ്പെട്ട രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്താൽ നിങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള പ്രതികരണം ആ രീതിയിൽ തന്നെയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം ജഡീകമാണ്. അതേസമയം നിങ്ങളോട് മോശമായി പെരുമാറുന്നവരോട് പോലും ചിരിച്ച മുഖത്തോടെ ദൈവസ്നേഹം തുളുമ്പുന്ന രീതിയിൽ നിങ്ങൾക്ക് അവരോട് പ്രതികരിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ പ്രതികരണം ആത്മീകമാണ്. നിങ്ങളുടെ ആത്മീകതയുടെ അളവുകോൽ നിങ്ങളുടെ പ്രതികരണത്തിൽ അറിയാൻ കഴിയും.
എനിക്ക് ഈ കാര്യം പറയുമ്പോൾ വളരെ ദുഃഖമാണ് പല ആളുകളെ കുറിച്ച്. അടുത്ത കാലത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രാസംഗികൻ കോപിക്കരുത് എന്ന് പറഞ്ഞൊരു വാക്യം എടുത്ത് പ്രസംഗിച്ചു. ഞാനും ഉണ്ട് അവിടെ. പ്രസംഗം കഴിഞ്ഞ് പുള്ളി ഇറങ്ങി കാറിലോട്ട് കയറാൻ വേണ്ടി വന്നപ്പോൾ ഏതോ കൊച്ചു പിള്ളേർ എന്തോ വെച്ച് പുള്ളിയുടെ കാറിൽ ഇങ്ങനെ ഒന്ന് പോറി. പുള്ളി അവിടെ നിന്ന് അവിടുത്തെ പാസ്റ്ററെ വിളിച്ചു വരുത്തി വലിയ ചവിട്ട് നാടകങ്ങൾ വരെ പുള്ളി അവിടെ സീനുകൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് അളവുകോൽ. പ്രതികരണം ജഡത്തിന്റെയോ ആത്മാവിന്റെയോ? നിങ്ങൾ നിന്ന് സ്വയം ചോദിച്ചു നോക്ക്, നിങ്ങളുടെ പ്രതികരണങ്ങൾ ജഡത്തിന്റെയാണോ ആത്മാവിന്റെയാണോ? ഒരു കാര്യം കൂടി ആ ഭാഗത്തുനിന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോകട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം പരിശോധിച്ചാൽ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു വാക്യമാണ്. എന്താണ്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഇവിടെ യേശുക്രിസ്തുവിനെ ജീവിപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് നമ്മയും ജീവിപ്പിക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. എല്ലാം ജീവിപ്പിക്കലിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ നമുക്കതിനെ 2-3 തലത്തിൽ പറയാം. ഒന്ന്, കർത്താവ് നമ്മെ ജീവിപ്പിച്ചു. 2, കർത്താവ് നമ്മെ ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 3, കർത്താവ് നമ്മെ ഭാവിയിലും ജീവിപ്പിക്കും. ഈ 3 ടെൻസുകളിൽ നമുക്കതിനെ പറയാം. എന്താ? കർത്താവ് നമ്മെ ജീവിപ്പിച്ചു, കർത്താവ് നമ്മെ ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, കർത്താവ് നമ്മെ ഭാവിയിലും ജീവിപ്പിക്കും. പക്ഷേ ഈ 3 കാര്യത്തിൽ നിന്ന് ഒരു കാര്യം ചേർത്ത് പറയാം. ആദ്യത്തേതും അവസാനത്തേതും കർത്താവ് ഉറപ്പായും ചെയ്യും. ഏതാ? നമ്മെ ജീവിപ്പിച്ചു, ഭാവിയിൽ ഇനി ജീവിപ്പിക്കും. എന്നാൽ തന്റെ ആത്മാവ് നടുക്കത്തെ കാര്യം, നിങ്ങൾ ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള നടുക്കത്തെ കാര്യം, തന്റെ ആത്മാവ് അത് നടക്കണമെങ്കിൽ, ആ നടുക്കത്തെ കാര്യം നടക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മൾ വസിക്കണം. നമ്മുടെ ഭാഗത്തുനിന്ന് ചില എഫേർട്ടുകൾ നമ്മൾ ഇടണം. നമുക്ക് ചില പാർട്ടുണ്ട്. സ്തോത്രം. അതിനെയാണ് സമൃദ്ധിയുടെ ജീവൻ എന്ന് പറയുന്നത്. നമ്മെ ജീവിപ്പിക്കും പാസ്റ്റ് ടെൻസിൽ, നമ്മെ ഫ്യൂച്ചർ ടെൻസിലും അവൻ ജീവിപ്പിക്കും. താൻ ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യത്തിൽ നാം പരിശുദ്ധാത്മാവിനോട് സഹകരിക്കണം. യേശുവിനോട് സഹകരിച്ചാൽ മാത്രം, അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പാർട്ടാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സമൃദ്ധിയായ ജീവനിലേക്ക് എത്തുവാൻ കഴിയും. അട്ടെ, നിങ്ങൾക്ക് ജീവനാണോ ഉള്ളത്, അതോ സമൃദ്ധിയായ ജീവനാണോ ഉള്ളത്? എന്താണ് ഈ ജീവനും സമൃദ്ധിയായ ജീവനും? ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഹോസ്പിറ്റലിന്റെ വാർഡിലോട്ട് ചെന്ന് നോക്കണം. അവിടെ പലതരം രോഗികൾ കിടപ്പുണ്ട്. കാലൊടിഞ്ഞവർ, കൈയൊടിഞ്ഞവർ, കുത്തിക്കെട്ടുമായിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. ഞരക്കോ മൂളിച്ചോ മാത്രമേ ഉള്ളൂ, പക്ഷെ ജീവനുണ്ട്.
ജീവനില്ലേ? ജീവനുണ്ട്. ഇങ്ങനെ ഒത്തിരി എണ്ണം ചർച്ചിനകത്തുണ്ട്, ഞരക്കം മൂളിച്ചുള്ളൂ, ജീവനുണ്ട്. പക്ഷെ അതേ ഹോസ്പിറ്റലിന്റെ വാർഡിൽ വെള്ളയും യൂണിഫോം ഒക്കെ ഇട്ട് ഡിഷിനകത്ത് നിറച്ച് മരുന്നുകളും ഇഞ്ചക്ഷനും ഒക്കെ ആയിട്ട് ഓടി നടക്കുന്ന നേഴ്സുമാരുണ്ട്. അവർക്ക് ഞരക്കം മൂളിച്ചുള്ളൂ. അവരൊരിടത്ത് കുത്തിവെച്ചിട്ട് അടുത്തടുത്തേക്ക് ഓടുക, അവിടുന്ന് അടുത്തടുത്തിട്ട് കൂടുക, അവർ ഓടി നടക്കുക. അതിന്റെ പേരാണ് സമൃദ്ധിയായ ജീവൻ. ഇപ്പൊ ആ ഹോസ്പിറ്റലിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണാലേ ഈ ഞരക്കവും മൂളിച്ചയുമായിട്ട് കിടക്കുന്നവരും എല്ലാം ഓടി രക്ഷപ്പെടാൻ പറ്റും. അവൻ ചാകും. പിന്നെ സമൃദ്ധിയായ ജീവനുള്ള പാർട്ടികളെല്ലാം രക്ഷപ്പെടും. പിശാച് അറുക്കുവാനും മുടിക്കുവാനുമായി വന്നപ്പോൾ കർത്താവ് വന്നത് കേവലം ജീവൻ തരാനല്ല, അബൻഡന്റ് ലൈഫ്, സമൃദ്ധിയായ ജീവനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ്. ഇന്ന് രാവിലെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ സമൃദ്ധിയായ ജീവനിലേക്ക് കയറുവാൻ ദൈവാത്മാവ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി, റോമാർ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ തൃത്വത്തെ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ തൃത്വം? സ്തോത്രം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. തൃത്വത്തിന്റെ സാന്നിധ്യം ഞാൻ പറയുകയുണ്ടായി. ഈ ഓർഡർ അല്ലെങ്കിലും ആദ്യം പറഞ്ഞത് യേശുവിനെ കുറിച്ചാണ്, പിന്നീട് പരിശുദ്ധാത്മാവ്, പിന്നീട് പിതാവിനെ കുറിച്ചാണ്. അപ്പൊ തൃത്വം ഈ അധ്യായത്തിലുണ്ട്. എങ്ങനെയാണ് ഈ തൃത്വം നമ്മെ സഹായിക്കുന്നത്? ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ തൃത്വം നമ്മെ സഹായിക്കുന്നത്? എന്തിനാ? പൂർണ്ണ ജയം പ്രാപിപ്പാൻ. പൂർണ്ണജയം പ്രാപിക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വണ്ടി ആക്സിഡന്റോ ഏതെങ്കിലും ഒരു പ്രത്യേക പോരാട്ടത്തെ മനുഷ്യൻ ചെയ്തല്ല. പിന്നെ നിത്യതയിൽ നിന്നെ കൊണ്ടെത്തിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകല വിഷയങ്ങളുടെ മേലും ഒരു പൂർണ്ണ ജയം പ്രാപിക്കേണ്ടതിന് എങ്ങനെയാണ് ഈ തൃത്വം നമ്മെ സഹായിക്കുന്നത്? അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. റോമർ 8-ല്, റോമർ ചാപ്റ്റർ 8-ൽ പറയുന്ന ഒരു പ്രത്യേക പദമുണ്ട്. ആ പദം തുണ എന്നുള്ള പദമാണ്. തുണ എന്നുള്ള പദമാണ്. ഇത് തൃത്വവുമായി ബന്ധപ്പെട്ട വാക്കിൽ നിന്നാണ് ഈ പദം വന്നിരിക്കുന്നത്. തുണ. എന്താണ് ഈ വാക്കിന്റെ ഒറിജിനൽ അർത്ഥം? നമുക്കത് മനസ്സിലാക്കാൻ പല ഭാഗങ്ങളിലേക്ക് പോകേണ്ടി വരും. ആദ്യം നമുക്ക് പോകാം വളരെ പരിചിതമായൊരു ഭാഗം, 46-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. എന്താണ് അതിന്റെ ഇംഗ്ലീഷ് ഭാഷാന്തരം? എ വെരി പ്രസന്റ് ഹെൽപ്പ്. അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്? എ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. എന്ത് നല്ല വ്യാഖ്യാനമാണ്! എന്ന് പറഞ്ഞാൽ നാളത്തെ കാര്യമല്ല, ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രസന്റ് ആയിട്ടുള്ള ചില ട്രബിളുകളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. നീ ഇപ്പോൾ
ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ കടന്നു പോകുന്ന ചില ട്രബിളുകൾക്കകത്ത്, പ്രതിസന്ധികൾക്കകത്ത് അവൻ ഏറ്റവും അടുത്ത തുണയാണെന്ന് പറഞ്ഞാൽ സഹായിയാണ്. ഹെൽപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സഹായിയാണ്, അതാണ് തുണ. പൗലോസ് ഈ ഭാഗത്തെ മറ്റൊരു രീതിയിലും പറഞ്ഞിട്ടുണ്ട്. പൗലോസിന്റെ 2 തിമത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞു, സാത്താൻ ഒരു പരിപാടി തനിക്കെതിരെ ഒരുക്കി. സാത്താന്റെ ഉദ്ദേശം എന്തായിരുന്നു? പ്രസംഗം നിർത്തിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ കർത്താവു എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. പൗലോസ് പറയുന്നു, 2 തിമത്തിയോസ് 4:17 പൗലോസ് പറയുകയാണ്, ഒന്നാമത്തെ പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു, ആരും എനിക്ക് തുണ നിന്നില്ല. പക്ഷേ ആരും എനിക്ക് തുണ നിൽക്കാതിരുന്നപ്പോൾ ഏറ്റവും അടുത്ത ഒരു തുണ എനിക്ക് തുണയായി വന്നു. അവൻ വന്നതുകൊണ്ടാണ് എൻ്റെ പ്രസംഗം നിവർത്തിച്ചത്. അവൻ വന്നതുകൊണ്ടാണ് എൻ്റെ പ്രസംഗം കേൾക്കുവാൻ എല്ലാവരെയും ശക്തീകരിച്ചത്. The Lord stood with me and strengthened me. The Lord stood with me and strengthened me. കർത്താവ് എൻ്റെ കൂടെ നിന്നെന്നെ ബലപ്പെടുത്തി. കർത്താവ് എൻ്റെ കൂടെ നിന്നെന്നെ ശക്തിപ്പെടുത്തി എന്നാണ് അതിന്റെ ആശയം. ഗതസമനത്തോട്ടത്തിൽ കർത്താവ് നിലവിളിക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ, ശക്തനായൊരു ദൂതൻ ഇറങ്ങി വന്നു. കൂടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയ 3 സംഘം നിദ്രയുടെ മാർദ്ദവമേറിയ കരപല്ലവങ്ങൾക്കിടയിൽ കുഴഞ്ഞു വീണുറങ്ങുമ്പോൾ ഇതാ ശക്തനായൊരു ദൂതൻ ഇറങ്ങി വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തുകയാണ്. അതേ ആംഗിളിൽ തന്നെയാണ് റോമാലേഖനം 8-ാം അധ്യായത്തിലും തുണ എന്നുള്ള ഈ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലല്ലേ നമ്മളിത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ബലക്ഷയം ഉണ്ടാകുമോ അവിടെയൊക്കെ നമുക്ക് തുണ നിന്ന് ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. ഇവിടെ എന്താണ് പറയുന്നത്? അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. പ്രിയരെ, ഞാൻ ലളിതമായിട്ട് പറയാം. നിങ്ങളുടെ വായിലൂടെ നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ വായിലൂടെ ഒരു വാക്ക് പറയുമ്പോൾ എൻ്റെ ആത്മാവിന്റെ ചിന്ത എന്താണെന്ന് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാകണമെന്നില്ല. എന്നാൽ എൻ്റെ ആത്മാവിന്റെ ചിന്ത എന്താണെന്ന് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിനറിയാം. സ്തോത്രം. അതാണ് ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ. ഏറ്റവും ഒടുവിലായിട്ട് പൗലോസ് ഈ അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലായിട്ട് വരുമ്പോൾ 34-35 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവം തിരഞ്ഞെടുത്തവനെ ആരാണ് കുറ്റം ചുമത്തുന്നത്?
33, 34, 35 വാക്യങ്ങൾ വരുമ്പോൾ പൗലോസ് ആരാണ് ദൈവം തിരഞ്ഞെടുത്തവനെ കുറ്റം ചുമത്തുന്നത്? ദൈവം നീതീകരിച്ചവനെ ആരാണ് ശിക്ഷ വിധിക്കുന്നത്? ക്രിസ്തുവേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞിട്ടാണ് അടുത്തത് പറയുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം സ്തോത്രം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മുപ്പത്തി 39 വാക്യത്തിലേക്ക് വരുമ്പോൾ 39 വാക്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം പൗലോസ് പറയുന്നു, എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നേരത്തെ ഉറപ്പില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഉറച്ചിരിക്കുന്നു. ഉറച്ചില്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട പോലെ ലോകം, ജഡം, പിശാച് ഇവയിലൂടെ നിനക്ക് നേരെ യുദ്ധം വരാം. അത് ആരിലൂടെയും ആകാം. എന്നാൽ ഉയരത്തിനാകട്ടെ, ആഴത്തിനാകട്ടെ, മരണത്തിനാകട്ടെ, ദൂതന്മാർക്കാകട്ടെ, വാഴ്ചകളുടെ ആർക്കും ക്രിസ്തുവേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾ ഉറച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലോകം, ജഡം, പിശാച് ഇവയിൽ നിന്നൊരു പൂർണ്ണ ജയം പ്രാപിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാണ് പൗലോസ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. സ്തോത്രം. പ്രിയരെ, ചിലപ്പോൾ നമ്മിലൂടെ തന്നെ വരാം, ചിലപ്പോൾ നമ്മുടെ ചിന്തയിലൂടെ വരാം. ഇതിലൂടെയൊക്കെ ലോകവും ജഡവും പിശാചും പോരാടാം. എന്നാൽ നാം അകത്ത് പ്രാപിച്ച ഈ ഉറപ്പാണ് ഈ ലോകത്തിന്റെയും ജഡത്തിന്റെയും പിശാചിന്റെയും ഈ പോരാട്ടത്തിൽ നിന്ന് നമ്മെ പൂർണ്ണ ജയത്തിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് നാം അകത്ത് പ്രാപിച്ച ആ ഉറപ്പിന്മേലാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കിന്ന് റോമാലേഖനത്തിൽ നിന്ന് പൂർണ്ണ ജയം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്നും ഞങ്ങൾക്ക് ചില ആത്മിക ചിന്തകൾ ധ്യാനിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി തരുന്ന പരിശുദ്ധാത്മാവിനെ പിതാവേ, നീ ഞങ്ങൾക്ക് പുത്രനിലൂടെ നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഞങ്ങൾക്ക് ലിബർട്ടി നൽകിയതിനായി സ്തോത്രം, സ്വാതന്ത്ര്യങ്ങൾ നൽകിയതിനായി സ്തോത്രം. കൃപമേൽ കൃപ ചൊരിയണമേ. പ്രാർത്ഥനകൾക്കും അത്ഭുതം ചെയ്യും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. കർത്താവ് നമ്മെ ധാരാളം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു. പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, ആശീർവാദങ്ങൾ പറയാം. ഓക്കെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, നമ്മെ ആശ്വസിപ്പിച്ച് വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം, കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവജനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ജയം നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വചനമായിരുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വളരെ തിരക്കിനിടയിലും ഹല്ലേലൂയ സ്തോത്രം കടന്നു നമുക്ക് വചനം പറഞ്ഞു തന്നു. ഹല്ലേലൂയ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട റോമാലയം 8-ാം അധ്യായത്തിൽ നിന്ന് ക്ലാസ്സുകൾ തരുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പാസ്റ്റർ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കടന്നു വന്ന ഓരോരുത്തർക്കും നന്ദി പറയുന്നു. സ്തോത്രം. ദൈവം കടത്തിലാണ് താമസിക്കുന്ന വർഷം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് നാളെയും പ്രഭാതത്തിൽ കടന്നു വരാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ദൈവത്തോടെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ദൈവം കടന്നു വന്ന എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ആശംസിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. See you. Okay, everybody. Okay. All right. Okay. Bye-bye.
Morning, brother. Praise the Lord.